ഹലോ നമസ്കാരം. എല്ലാവർക്കും ഗൗതം റിയാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് ഒരു ഫുൾഫിൽ ആയ പോലെ എനിക്ക് തോന്നിയത്. കാര്യം അടിയുണ്ടായിരുന്നു, ചിരിക്കാനുണ്ടായിരുന്നു, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, നല്ല ടാസ്കുകൾ ഉണ്ടായിരുന്നു. ഇല്ലേ, നിങ്ങൾക്ക് എന്താ തോന്നിയത്? കാരണം നല്ലൊരു എപ്പിസോഡ് ആയിരുന്നു. എന്നാലും കുറച്ച് ക്വാളിറ്റി ഉള്ള കണ്ടന്റ്സ് ഉണ്ടായ പോലൊരു ഫീൽ ഉണ്ടായിരുന്നു. ടാസ്കുകളാണെങ്കിലും ഭയങ്കരമായ രീതിയിൽ ടാസ്കുകളൊന്നും അല്ലെങ്കിലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതുപോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇന്നലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡ് എന്ന് പറയാനേ ഉള്ളൂ കേട്ടോ. ഇന്നലത്തെ മാത്രമല്ല, നമ്മൾ ഈ സീസണിൽ ഇതുവരെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫുള്ള് എപ്പോഴും അടിയും ഭയങ്കരമായിട്ട് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെയാണ്. അത് ഇന്നുണ്ടായിരുന്നു ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ ഇച്ചിരി ക്വാളിറ്റി ആയിട്ടുള്ള ശരിക്ക് കണ്ടന്റ്സ് ഇന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം തോന്നി. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു മൂമെന്റ് എന്ന് പറഞ്ഞാൽ അക്ബറും ഷാനവാസും അവരുടെ ഗെയിം മാറ്റിയ പോലൊരു ഫീൽ ഉണ്ട്. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല, എന്നാലും ഇപ്പോഴത്തെ അവരെ വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടുപേരും കൂടെ അത് കോംപ്രമൈസ് ചെയ്തത് നന്നായി. കാരണം ഇനി പുതിയൊരു ഗെയിം കാണാം. വന്നപ്പോ തൊട്ട് ഈ അടിയും അഴുക്കും ഇതൊക്കെയല്ലേ, അപ്പൊ നമുക്ക് അവരുടെ പുതിയൊരു ഗെയിം കാണാം. ഇനിയിപ്പോ ചേർന്നിരുന്ന് ഒന്നും പറയാത്ത ആ രീതിയല്ല, അവര് തന്നെ പറയുന്നുണ്ടല്ലോ, പറ്റുന്നത് പോലെ നമുക്ക് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഭയങ്കര അങ്ങോട്ട് എന്താ പറയാ, ഭയങ്കര അങ്ങോട്ട് അടി അങ്ങനെയുള്ള ആ ഒരു രീതിയിൽ പോവാതെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത് പറഞ്ഞു പോവാം എന്ന് പറഞ്ഞത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. അതെ, അവര് തമ്മിലുള്ള ഒരു ഇമോഷണൽ ടോക്ക് ഉണ്ടായിരുന്നു. അത് നമുക്ക് ഹൃദയത്തിൽ കൊണ്ടു എന്നൊക്കെ പറയുന്ന പോലെ ആയിരുന്നു. അത് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ്സിലൂടെ അറിയിക്കണേ. പിന്നെ ഗിസയിലും മനുവിനും കൂടെ എന്തിനാണോ ആ ജയിൽ കൊടുത്തതെന്ന് എനിക്കറിയാൻ വയ്യട്ടോ. അവര് തമ്മിൽ ആ ഒരു കോംപ്രമൈസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് തോന്നുന്നുണ്ടോ? അത് തോന്നുന്നില്ല. കാര്യം ഇന്നലെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് ഇനി ഒട്ടും നടക്കത്തില്ല എന്നാണ് പറയാനുള്ളത്. പിന്നെ അതേപോലെ ഇപ്പൊ ശൈത്യമായിട്ടുള്ള ഒരു യുദ്ധമാണ് ഇപ്പൊ ഇനി തൊട്ട് അനുവിന് ഉണ്ടാവുമെന്ന് കരുതുന്നു. അതും നല്ലതാണ്. ശൈത്യാണെങ്കിൽ ഗെയിം മാറ്റിട്ടെ, അനു ആണെങ്കിലും ഗെയിം മാറ്റിട്ട്, ഗെയിം കളിക്കാനല്ലേ വന്നത്, അപ്പൊ അവരുടെ രീതിയിൽ ഗെയിം കളിക്കട്ടെ, നമുക്ക് നോക്കാം. പിന്നെ മസ്താനിയുടെ കാര്യം, മസ്താനി എന്നല്ലേ ഇപ്പൊ കയറിയ വൈൽഡ് കാർഡ് എല്ലാം വെളിയിലുള്ള പേഴ്സണൽ കാര്യങ്ങളും വെളിയിലുള്ള കാര്യങ്ങളും എടുത്ത് സംസാരിക്കുന്ന കൂടി വരുവാ ഓരോ ദിവസം. അതത്ര ശരിയായിട്ടുള്ള കാര്യമായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് കിടക്കാം. ഇന്ന് എന്തൊക്കെ നടന്നെന്ന് കാണാവേ. അതിന് മുന്നേ ആയിട്ട് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ്സിലൂടെ അറിയിക്കട്ടെ. ഞങ്ങളുടെ അതേ അഭിപ്രായം നിങ്ങൾക്ക് വരണമെന്നില്ല, എന്തായാലും അറിയിക്കാം. നമുക്ക് നല്ലൊരു ടോക്ക് അതിലൂടെ നടത്താമെന്നല്ലേ ഉള്ളൂ. അതെ, അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് പോവാം. അപ്പൊ രാവിലെ ഡേ 29 തുടങ്ങുന്ന നമ്മുടെ പണ്ടൊരു പാട്ടുണ്ടായിരുന്നു, ഭയങ്കര ഹിറ്റൊക്കെ ആയിരുന്നല്ലോ. ഓണ വെയിൽ ഓളങ്ങളിൽ താലി കെട്ടും നേരം, ആ ഒരു പാട്ടൊക്കെ ആയിട്ടാണ് തുടങ്ങിയത്. ആ പാട്ട് നല്ല രസമല്ലേ, ഒരു മമ്മൂട്ടിയുടെ പടം അത്ര ഹിറ്റ് ആയില്ലെങ്കിലും നല്ല രസമായിരുന്നു ആ പാട്ട് കേൾക്കാൻ. പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പൊ പാട്ടോട് കൂടി തുടങ്ങി. എന്നിട്ട് രാവിലെ തന്നെ നമ്മുടെ നെവിൻ അവിടെ ഇരിക്കുന്ന മറ്റേ വലിയ കിച്ചൺ നൈഫ് ഇല്ലേ, ഷെഫ് നൈഫ്, അതെടുത്തിട്ട് ഒരു തേങ്ങ പൊട്ടിക്കുന്നതാണ് കാണുന്നത്. തേങ്ങ പൊട്ടിക്കുമ്പോഴത്തേക്ക് കത്തി ഒടിഞ്ഞു പോകുന്നുണ്ട്, തേങ്ങ ഒട്ട് പൊട്ടിയതും ഇല്ല കേട്ടോ. ഭാഗ്യത്തിന് അത് തെറിച്ച് ക്യാമറയിൽ വീഴാനതും കണ്ണിലൊക്കെ വീഴാതിരുന്നതും നന്നായി പോയി. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു സംഭവം പക്ഷെ കണ്ടപ്പോ ചിരി കേട്ടോ വന്നത്. നെവിനെ എനിക്ക് കാണുമ്പോൾ തന്നെ ചിരി വരും കേട്ടോ. നല്ലൊരു പ്ലസന്റ് ആയിട്ട് അല്ലേ, ഒരു പോസിറ്റീവ് അല്ലേ, അല്ലേ അങ്ങനെ ഒരു വെറുതെ രസമാണ് നെവിന്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇന്നത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, അനീഷ് വന്നിട്ട് പറയുന്നുണ്ട്, അതായത് ഇപ്പൊ വന്ന വൈൽഡ് കാർഡുകളിൽ മിക്കവരും, അതായത് ഏറ്റവും മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ജിഷനും അതേപോലെ തന്നെ നമ്മുടെ മസ്താനി, ഇവര് രണ്ടുപേരും പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ടിട്ടാണ് അവിടെ കൂടുതൽ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്ന മസ്താനിയാണ്. കാരണം ഇന്നലെ തന്നെ നമ്മൾ കണ്ടായിരുന്നല്ലേ, രേണുവിന്റെ അടുത്ത് തോന്നിയോ അത്രയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നെന്ന്. പിന്നെ അത് വെച്ച് ഓവറാ. അതായത് അവരുടെ ഉമ്മയും ബാപ്പയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരെ പറയുന്നുണ്ട്. പാത്തുമ്മയുടെ മാത്രമല്ല പറയുന്നത്, പിന്നെ രേണുസുധിയുടെ അത് തന്നെയാണ്. രേണുസുധിയുടെയും വീട്ടിലകത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് ഇടുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ ആരുടെയും പറയുന്നുണ്ടായിരുന്നു, അനീഷിന്റെ കാര്യം. അപ്പം ഇത് ലൈവ് എന്തോ നടന്നു, അത് വെച്ചാണെന്ന് തോന്നുന്നു. അനീഷ് പറയുന്നുണ്ട് ഇങ്ങനെ പേഴ്സണൽ കാര്യങ്ങൾ, അതായത് ഈ വട്ടം വന്ന വൈൽഡ് കാർഡുകളെല്ലാം ഈ ബിഗ് ബോസ്, അനീഷ് എന്ത് പറഞ്ഞാലും ബിഗ് ബോസ് ചരിത്രം വെച്ചിട്ടാണ് കേട്ടോ പറയണേ. അതായത് ചരിത്രത്തിലെ മുന്നേ ഇതേപോലെ ഒരു വട്ടം പറഞ്ഞ ഓർമ്മയുണ്ടോ, ചരിത്രത്തിലെ ഏറ്റവും നന്നായിട്ട് ടാസ്ക് ചെയ്ത ആൾക്കാർ ഈ സീസൺ 7 അതേപോലെ തന്നെ ഏറ്റവും എന്താ പറയുക, മോശപ്പെട്ട വൈൽഡ് കാർഡുകൾ വന്നതും ഈ ഒരു സീസൺ. അതെ, പേഴ്സണൽ ലൈഫ്, മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫ് വെച്ച് തരം താഴ്ന്ന ഗെയിം കളിക്കുന്ന വൈൽഡ് കാർഡുകളാണ് എന്നാണ് അനീഷ് പറയുന്നത്. ഇത് തന്നെ ഒരു 10 തൊട്ട് അവിടെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പറയുന്നുണ്ട്. ഉടനെ മസ്താനി പറയുന്നുണ്ട്, ഓ അപ്പൊ തന്റെ പേഴ്സണൽ ലൈഫ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രശ്നമാവും, ഞാൻ കൂടുതലൊന്നും
ആദ്യം പോയി ആണാവടോ, നട്ടലൂരി വെച്ചിട്ട് നിൽക്കുവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് മസ്താനി അവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ അനീഷ് പറയുന്ന ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫ് എടുത്ത് പുറത്തിട്ട് കളിക്കുന്ന വൃത്തികെട്ട ഗെയിമാണ് ഇതെന്ന് പറഞ്ഞു. അപ്പോഴും ഇവർ ഈ സെയിം കാര്യം പറയുന്നുണ്ട്. ഉടനെ ജിഷൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, വെറുതെ അല്ലേ ഇയാളുടെ ഭാര്യ ഇട്ടിട്ട് പോയതെന്ന് കേട്ടോ. അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള രീതിയിൽ. അപ്പോഴത്തേക്ക് ലക്ഷ്മി അവിടെ വന്നിട്ട് പറഞ്ഞു, അങ്ങനെ പറയരുത്, കാരണം നമുക്ക് ആർക്കും അറിയില്ലല്ലോ ആരുടെ ഭാഗത്താ പ്രശ്നമെന്ന്. അങ്ങനെ ഒരാളുടെ പേഴ്സണൽ ലൈഫ് എടുത്തിട്ട് പറയാൻ പാടില്ല, അങ്ങനെ പറയരുതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ജിഷൻ പറയുന്നുണ്ട്. ജിഷൻ ലക്ഷ്മിയോട് പറയുന്നു, നീ ഒരു ഫീമെയിൽ ഷോബനിസ്റ്റ് ആണ്, ഇവിടെ കിടന്ന് ഭരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ജിഷനും ലക്ഷ്മിയും തമ്മിൽ ഈ ഒരു കാര്യത്തിൽ വഴക്കുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ലക്ഷ്മി തിരിച്ച് ജിഷന്റെ അടുത്ത് അനീഷിന്റെ ഫാമിലിയെ കുറിച്ച് പറയരുതെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി പറയുന്നത് ജിഷന്റെ ഫാമിലിയെ കുറിച്ചാണ്. അതായത് ജിഷൻ പറയുന്നത്, ഇന്നലെ രാത്രി ഇരുന്ന് ലക്ഷ്മി പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ജിഷന്റെ അടുത്ത് ചോദിച്ച് എല്ലാം മനസ്സിലാക്കിയിട്ട് ഇന്ന് ലക്ഷ്മി അത് എടുത്തിട്ടുള്ളൂ. കാരണം ലക്ഷ്മി അവിടെ പറയുന്നുണ്ട്, 5 വർഷമായിട്ട് മോനെ കാണാതിരിക്കുകയല്ലേ എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട്. അത് ലക്ഷ്മിക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ലക്ഷ്മി ചോദിച്ചാൽ തിരിച്ച് ചോദിക്കാലോ അല്ലെ നമുക്ക്. ഇവരുടെ ഭാഗത്തിൽ ആരുടെ ഭാഗത്തെ പ്രശ്നമൊന്നും നമുക്കറിയാവോ? ഇപ്പൊ അനീഷിന്റെ കാര്യത്തിൽ ആരുടെ ഭാഗത്തെ പ്രശ്നമൊന്നും അറിയാത്ത കണക്ക് തന്നെ ജിഷിന്റെ കാര്യത്തിൽ നമുക്കറിയാമല്ലോ. അതെ. അപ്പോഴത്തേക്ക് അവിടുന്ന് ബിന്നി വന്നിട്ട് പറയുന്നുണ്ട്, ഒരിക്കലും നിങ്ങൾ ഫാമിലി എടുത്തിട്ട് പേഴ്സണൽ ലൈഫ് എടുത്തിട്ട് കളിക്കുകയാണെങ്കിൽ തിരിച്ച് അതേപോലെ പേഴ്സണൽ ലൈഫ് പറയുമ്പോൾ നിങ്ങളും അത് കേൾക്കാനുള്ള അർഹത ഉള്ളവരാണ്, അങ്ങനെയാണെങ്കിൽ ചെയ്യുന്നു പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അക്ബർ പറയുന്നുണ്ട്, ഈ അക്ബർ വന്നിട്ട് പേഴ്സണൽ ലൈഫൊക്കെ എടുത്തിട്ട് കളിക്കുന്ന വളരെ മോശമാണെന്ന് ജിഷിന്റെ അടുത്ത് വഴക്കുണ്ടാക്കുമ്പോൾ അക്ബർ പറയുന്നുണ്ട്, പേഴ്സണൽ ലൈഫ് അനീഷിന്റെ എടുത്തിട്ട് എന്തിനാന്ന് നോക്കുമ്പോൾ ജിഷൻ പറയുന്നുണ്ട്, അത് അവൻ ചോദിച്ചു വാങ്ങിയതാണ്. അപ്പൊ അക്ബർ പറയുന്നുണ്ട്, അതെങ്ങനെ ചോദിച്ചു വാങ്ങും, അനീഷിന്റെ പേഴ്സണൽ ലൈഫ് ആയപ്പോ അത് ചോദിച്ചു വാങ്ങുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് എടുത്തിട്ടപ്പോ നിങ്ങൾക്ക് അത് കൊണ്ടല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് അനു അവിടെ കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യായിരുന്നേ. എന്നിട്ട് അനു പറഞ്ഞു, ചുമ്മാ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്, ഇപ്പൊ അങ്ങ് അത് കഴിഞ്ഞിട്ട് അങ്ങ് വിളിച്ചു കേട്ടോ. ജിഷനെ ഇങ്ങനെ വിളിച്ചിട്ട് പറയാണ് അനു, ജിഷനോട് എന്തിനാ വെറുതെ അവർക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത്, എന്തിനാ വെറുതെ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് അനു ഇങ്ങനെ ജിഷന്റെ അടുത്ത് പറയുന്നല്ലേ. അപ്പൊ അനുവിന് മാത്രം സ്പേസ് കിട്ടിയാൽ മതി, വേറെ ആർക്കും കിട്ടണ്ട. അപ്പൊ ഈ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലേ. ഓക്കെ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് 10:30 കേട്ടോ സമയം. ഷാനവാസിന് ഇന്നലെ ലക്ഷ്മി വന്നിട്ട് ഭയങ്കരമായ രീതിയിൽ ഈ കേറി വന്ന ഉടനെ, ഷാനവാസ് കിച്ചൺ ക്യാപ്റ്റൻ ആയിരുന്നല്ലോ, അപ്പൊ കറക്റ്റ് ടൈമില് ബ്രേക്ക്ഫാസ്റ്റ് തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായ രീതിയിൽ ലക്ഷ്മി ഷാനവാസ് തമ്മിൽ ഒരു വഴക്കുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന് നമ്മുടെ ഷാനവാസിന് തിരിച്ചു കൊടുക്കാൻ പറ്റിയ അവസരമാണ് കേട്ടോ ഇന്ന് കിട്ടിയത്. അതായത് നമ്മുടെ ലക്ഷ്മിയാണ് കിച്ചൺ ടീമിലെ ക്യാപ്റ്റൻ. അപ്പൊ 10:30 ആയിട്ടും ഫുഡ് കൊടുത്തില്ല. അപ്പൊ ഷാനവാസിന് എങ്ങാണ്ട് 2 ചപ്പാത്തിയാണ് ഓൾറെഡി കൊടുത്തത്. എന്നാൽ ഷാനവാസ് കഴിച്ചിട്ട് വന്നു. അപ്പോഴത്തേക്ക് അനു അവിടെ കിച്ചണിൽ നിന്ന് ചോദിക്കുന്നുണ്ട്, ഇന്ന ചപ്പാത്തി വേണോന്ന് നോക്കുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, കഴിച്ചിട്ടാണോ ചോദിക്കുന്നത്, 2 ചപ്പാത്തി കഴിച്ചാൽ എന്താവാൻ, അപ്പൊ നിങ്ങൾക്ക് കണക്ക് നോക്കിയിട്ട് ഓരോരുത്തർക്ക് 3 ചപ്പാത്തി വെച്ച് കൊടുക്കാലോ എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, 2 ചപ്പാത്തി എന്താവാനല്ല, മരുന്ന് കഴിക്കുന്നതാണ്. പിന്നെ ഇത്രയും പ്രായമായ ആൾക്കാരും ഇല്ല അവിടെ ഉള്ളത്. അപ്പോഴത്തേക്ക് ലക്ഷ്മി വന്നിട്ട് പറയുന്നു, അത് കഴിച്ചു കഴിഞ്ഞാലോ, ഇനി അതിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, ഞങ്ങൾ നോക്കിക്കോളാം, 2 ചപ്പാത്തി കഴിച്ചാൽ ഇവിടെ എല്ലാവരുടെയും വയറൊക്കെ നിറയുമെന്ന് പറയാം. വയറ് നിറയുന്നവരും ഉണ്ട് എന്ന് പറയാം. അപ്പൊ ഷാനവാസ് പറഞ്ഞിട്ട്, എവിടെ വയറ് നിറയുന്നു, ആരെയുണ്ട് അതൊന്ന് കാണിച്ചുക എന്ന് പറഞ്ഞിട്ട് ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നലെ വന്നിട്ട് നീ ഭയങ്കര വർത്താനം ആയിരുന്നല്ലോ, നീ ഭയങ്കര ഉണ്ടാക്കലായിരുന്നല്ലോ എന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത്. ഫുഡ് വേണം, ഇപ്പൊ എന്ത് കേറി, ഇപ്പൊ മനസ്സിലായോ ഇതിന്റെ പ്രശ്നം. ലക്ഷ്മി ശരിക്കും പെട്ട് പറയുന്നുണ്ട്. കേറിയപ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാകുന്നത്. ഇവര് വിചാരിച്ച് വെളിയിൽ നിന്നൊക്കെ കാണുന്ന പോലെ അങ്ങ് ഈസി ആയിരിക്കും. കേറി കഴിഞ്ഞപ്പോ എല്ലായിടത്തിന്റെയും ഇന്നത്തെ അവസാനം രാത്രി കൂടെ ആയപ്പോഴത്തേക്കും പണി കിട്ടി എല്ലായിടത്തിനും. അപ്പോഴത്തേക്ക് കയറിയപ്പോഴായിരുന്നല്ലോ മനസ്സിലായത്, ഇപ്പൊ എന്താ നിനക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് കയറണ്ടേ, അങ്ങനെ ഇങ്ങനെ ചോദിച്ചിട്ട് അവർ തമ്മിൽ ആ ഒരു കാര്യത്തിന് വഴക്ക്. ഇതിന്റെ ഇടയ്ക്ക് അനീഷ് കയറിയിട്ട് കോംപ്രമൈസ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ അവിടെ ഒരു സംഭവമായിട്ട് നടന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് ഒരു ടാസ്ക് കൊടുക്കുന്നത്, ചേരുംപടി ചേർക്കുക എന്നുള്ള ഒരു ടാസ്ക്. അതെല്ലാരെയും ലിവിംഗ് റൂമിൽ എഴുതി വെച്ചിട്ട് പിന്നെ ഈ വൈൽഡ് കാർഡ്സ് ആണ് ഇത് വായിക്കുന്നത് കേട്ടോ. അപ്പൊ അത് വായിക്കുന്നുണ്ട്. അതായത് ഒരു ബൗളില് 5 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ഓരോരോ കീവേഡ്സാ. അപ്പൊ ആ 5 കാര്യങ്ങൾ അനുസരിച്ച് ഈ റാങ്കിങ് ചെയ്യുക. ഇത്ര ബാക്കിയുള്ള മറ്റ് കണ്ടസ്റ്റന്റിനെ റാങ്കിങ് ചെയ്യുക 1 തൊട്ട് 15 വരെ. ഇത് അതിനുശേഷം ബിഗ് ബോസ് ഒരു ഓപ്ഷൻ ഇട്ട് ചോദിക്കുക, എന്ത് കീവേഡ്സിലാണ് ഇത് റാങ്കിങ് ചെയ്തേക്കുന്നത് ചോദിക്കുമ്പോൾ അവർ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ് പറയുന്നെങ്കിൽ എന്താ ചെയ്യുക, ഈ 5 വൈൽഡ് കാർഡ്സ് ആണ് പണിപ്പരിയ ടാസ്കിൽ പോകാൻ പറ്റത്തുള്ളൂ. ഈ 5 വൈൽഡ് കാർഡ്സിൽ ആരെങ്കിലും ഒരാളെ അവർക്ക് പോകാതിരിക്കാൻ പറ്റും, അതായത് നോമിനേറ്റ് ചെയ്തിട്ട്. ഇനി അതല്ല മറിച്ച് ഈ മറ്റു കണ്ടസ്റ്റൻസ് ഇത് പറഞ്ഞത് തെറ്റാണെങ്കിൽ ഇവർ ഈ ബോംബുണ്ടല്ലോ, ഓരോ പണിയുണ്ട് പറഞ്ഞെന്ന് പറഞ്ഞില്ല, ആ പണിയിൽ എക്സ്ട്രാ ഒരാളെയും കൂടി ഇവർക്ക് പണി കൊടുക്കാൻ പറ്റും.
അതായത് എക്സ്ട്രാ ഒരാൾക്കും കൂടി ഈ സെയിം പണി, അവർക്ക് ഇനി കിട്ടുന്ന ബോംബിന്റെ പണി എക്സ്ട്രാ അവരെയും കൂടി ചേർത്തിട്ട് വെച്ച് പണി കൊടുക്കാം. ഇതാണ് ടാസ്ക്. അങ്ങനെ ആദ്യത്തെ ഇതെടുക്കുന്നുണ്ട്, ചീട്ട് എടുക്കുന്നുണ്ട്. അത് ബുദ്ധിശാലി എന്നുള്ളൊരു ചീട്ടാ വരുന്നത് കേട്ടോ. അങ്ങനെ അവര് റാങ്കിങ് ആലോചിച്ച് കണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. 1 ജിസയില്, 2 അനീഷ്, 3 നൂറ, 4 ഷാനവാസ്, 5 അക്ബർ, ലാസ്റ്റ് ആര്യൻ. അത് ആര്യനിച്ചിട്ട് ഇന്ന് കൊണ്ടിട്ടുണ്ട് കേട്ടാ. അങ്ങനെ ബിഗ് ബോസ് ഓപ്ഷൻ കൊടുക്കുന്നത് ഭീരുത്വം, ബുദ്ധിശക്തി, അലസത. ഇതിൽ ഏതാണ് ഈ റാങ്കിങ് അവർ ചെയ്തേക്കുന്നത്, ഈ വൈൽഡ് കാർഡ്സ് ചെയ്തേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവരെല്ലാരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചിട്ട് ലാസ്റ്റ് അവര് ബുദ്ധിശക്തി എന്ന് പറയുന്നുണ്ട്. അത് കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അത് എങ്ങനെയാണ് ഇവര് തെരഞ്ഞെടുക്കുന്നതെന്ന് വെച്ചാൽ ഇവര് ഈ ഫസ്റ്റ് വരുന്ന ആളെയും ലാസ്റ്റ് വരുന്ന ആളെയും വെച്ച് നോക്കിയിട്ട് അവര് ഈ 3 ക്ലൂവിൽ ഏതായിരിക്കും അവർക്ക് ചേരുന്നതെന്നുള്ള നോക്കിയിട്ടാണ് കേട്ടോ ഇവരത് തെരഞ്ഞെടുത്തത്. അങ്ങനെ ബുദ്ധിശക്തി ഇത് ചോദിച്ചാൽ ബുദ്ധിശക്തി സെലക്ട് ചെയ്ത് അങ്ങനെ ഇവര് മസ്താനി പോകണ്ട, പണിപ്പുരയിൽ പോകണ്ട എന്നുള്ള രീതിയിലാണ് അതായത് വീട്ടുകാർക്ക് അത് കറക്റ്റായി കിട്ടി. വീട്ടുകാർക്ക് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ വൈൽഡ് കാർഡുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പണിപ്പുരയിൽ പോകാതിരിക്കാൻ ഇവർ സെലക്ട് ചെയ്യുന്നത് മസ്താനിയാണ്. മസ്താനി ഇതിന് പരിഭവം പറയുന്നുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ. അതായത് ലൈവിലുണ്ടായിരുന്നു, ഞാനിങ്ങനെ എനിക്കറിയാം ഇവിടെ വരുമ്പോ ഇമാതിരി പണിയൊക്കെ കിട്ടുമെന്ന് ഞാൻ കണ്ടിട്ടാണ് വന്നത്. പക്ഷെ ഞാൻ ലിപ് ഫില്ലേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ഐലാഷ് എക്സ്റ്റൻഷൻ ഒന്നും യൂസ് ചെയ്യാതെയാണ് ഞാൻ വന്നത്. എനിക്കിതിൽ വലിയ പ്രശ്നമൊന്നുമില്ല, എനിക്ക് ആദ്യം തന്നെ അറിയായിരുന്നു നിങ്ങൾ എന്നെ സെലക്ട് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് മസ്താനി അവിടെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രശ്നമില്ലാത്തവർ ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കത്തില്ല. അതെ, അതിൽ തന്നെ പ്രശ്നമുണ്ട്, ചെറിയൊരു പരിഭവമൊക്കെ ഉണ്ട്. അതെ അതെ. അടുത്ത ഇനി രണ്ടാമത്തെ അപ്പൊ ഇനി രണ്ടാമത്തേതെന്ന് പറഞ്ഞാല് സ്ക്രീൻ പ്രസൻസ് ആണ് കേട്ടോ കൊടുത്തത്. അപ്പൊ ഇതില് ഇവര് എല്ലാരും കൂടെ പ്ലാൻ ചെയ്തിട്ട് തീരുമാനിക്കുന്ന 1 നെവിനെയാണ്, 2 ഗിസയില്, 3 അനുമോള്, 4 അക്ബറാണ്, 7ാമത് ഷാനവാസിനെയാണ് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇവര് തെരഞ്ഞെടുക്കുന്നത് രേണു, ബിന്നി, ശൈത്യനെയാണ് കേട്ടോ. ഇവർക്ക് ഇതിലും ഭയങ്കര വിഷമമുണ്ട്. കാരണം മറ്റേതിലും കുറച്ച് ലാസ്റ്റ് ആയിട്ടാണ് അവര് വന്നത്, ഇതിലും ലാസ്റ്റ് ആയിട്ടാണ് ഈ രേണു, ബിന്നിക്കും ശൈത്യക്കും നല്ല ബിന്നി മൊത്തത്തിൽ പൊട്ടി കിടക്കുക. അതെ, ഇത് കേട്ടിട്ട് അങ്ങനെ ബിഗ് ബോസ് കൊടുക്കുന്ന ക്ലൂ എന്ന് പറഞ്ഞാല് ഇമോഷണൽ ആണ്, ഇറിറ്റേറ്റിംഗ് ആണ്, സ്ക്രീൻ പ്രസൻസ് ആണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഇവര് പറഞ്ഞത് ഇറിറ്റേറ്റിംഗ് ആയിട്ട് എന്നുള്ള രീതിയിലാണ് ഇവര് പറഞ്ഞത്, വീട്ടുകാർ പറഞ്ഞത്. പക്ഷെ അത് തെറ്റാണ്, സ്ക്രീൻ പ്രസൻസ് ആണെന്നല്ലോ ഇവർക്ക് കൊടുത്തിരുന്നത്. അപ്പോ വൈൽഡ് കാർഡുകളാണ് വിൻ ചെയ്തത്. അപ്പൊ പണിപ്പുരയിലേക്ക് ഒരാൾക്ക് കൂടി ഒരു പണി വരുമ്പോ അതിന്റെ കൂടെ ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ ഇവര് സെലക്ട് ചെയ്തത് ഗിസൈലിനെയാണ് കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ റൗണ്ട് ഗിസയിലാണ്. അപ്പോ ഇവിടെ നമ്മുടെ അക്ബറും ബിന്നിയും ഒണിയലും എല്ലാരും കൂടെ വെളിയിൽ സംസാരിക്കുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ബിന്നിക്ക് ഏറ്റവും ലാസ്റ്റ് കൊടുത്തത്. ഇവര് എനിക്കൊന്നും ഇവരുടെ വിചാരം ബിന്നിക്ക് നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ട്, ബിന്നിക്കും അങ്ങനെ ഒരു വിചാരമുണ്ട്. അതെ, അതായത് അക്ബറും ബിന്നിയും കൂടെ ഇന്ന് പറയുന്നുണ്ട്. കാരണം ഇവര് റിവേഴ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ ആൾക്കാരെ അത് മനസ്സിലാക്കിക്കാതിരിക്കുക. അതായത് ബിന്നിക്ക് നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ട്, പക്ഷെ അത് ഉള്ളിൽ കാണിക്കാതിരിക്കുക, അത് മനസ്സിലാവാതിരിക്കാൻ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നുള്ള രീതിയിലാണ് അവരിയ്ക്കുന്നത്. പക്ഷെ ബിഗ് ബോസ് അല്ലാതെ പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ വൈൽഡ് കാർഡ്. പക്ഷെ ഇവിടെ ബിന്നിക്കുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ, ബിന്നി ഇപ്പം അതാ ബിന്നി നന്നായിട്ട് ഗെയിം ഒക്കെ അവിടെ കളിക്കുന്നുണ്ട്. കാരണം വീട്ടുകാരെല്ലാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ബിന്നി കുത്തിത്തിരിപ്പാണെന്നല്ലേ. അപ്പൊ അതൊരു ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷെ ബിന്നി പുറത്തു വരാത്തത് എന്താണെന്നറിയോ, നമുക്ക് കാണാത്തത് അല്ല, സേഫ് ഗെയിം മാത്രമല്ല ആരും, ബിന്നി എന്ന് പറയുന്ന ഒരാള് ഈ ആൾക്കാരുടെ അടുത്ത് കുത്തിത്തിരിപ്പ് നടത്തത്തേ ഉള്ളൂ. ഈ എന്തെങ്കിലും ഒരു ഇപ്പൊ ഈ ടാസ്ക് വരുന്നു അല്ലെങ്കിൽ നേരിട്ട് പറയേണ്ടുള്ള കാര്യങ്ങളില് ബിന്നി വന്നിട്ട് പ്രശ്നങ്ങളിൽ അങ്ങനെ ഇടപെടില്ല. ഇപ്പൊ അക്ബറും ഷാനവാസും തമ്മിൽ ഒരു വഴക്കുണ്ടായെന്ന് വെച്ചോ, ആ വഴക്കുണ്ടാവുന്ന സമയത്ത് ബിന്നി മിണ്ടൂല അധികം. ഇത് കഴിഞ്ഞ അക്ബർ വന്നിരുന്ന സംസാരിച്ചിട്ട് ആ ഒരു ഗെയിം കളിക്കും. പക്ഷെ അത് എല്ലാം സ്ക്രീനിൽ വരണമെന്നില്ല. ആ വഴക്കുണ്ടാക്കുമ്പോ ഉറപ്പായിട്ടും സ്ക്രീനിൽ വരുന്ന ആലോചിച്ചിട്ട് അവിടെ സ്പേസ് ഉണ്ടാക്കാൻ നോക്കണം. അതൊരു സേഫ് ഗെയിമും കൂടിയാണ് കളിക്കുന്നത്. കാര്യം അങ്ങനെ പ്രശ്നത്തിലോട്ട് വന്ന് സംസാരിക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർ ശത്രുക്കളായിട്ട് മാറും. അതൊരു ബുദ്ധിമുട്ടാണ്, നോമിനേഷനിലേക്ക് വരും. അതൊരു സേഫ് ഗെയിം കൂടിയാണ് ചേർത്ത് കളിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇപ്പം 3ാമത്തെ ടാസ്ക് അല്ലേ, തേർഡ് റൗണ്ട്. അതെന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്നത് സത്യസന്ധതയാണ്. അങ്ങനെ റാങ്കിങ് ചെയ്യും. അതിൽ ഫസ്റ്റ് 1ാം സ്ഥാനം അനുമോളിന് കൊടുക്കും, 2 അനീഷ് കൊടുക്കും, 3 അഭിലാഷിന് കൊടുക്കും, 4 ഷാനവാസ്, 15 ശൈത്യ, 16 ബിന്നി. അവിടെയും ബിന്നി അവസാനം. ഇത് പറഞ്ഞു കഴിയുമ്പോഴേ കുരു കിട്ടുന്ന ആൾ. അങ്ങനെ ബിഗ് ബോസ് ഓപ്ഷൻ കൊടുക്കും, സ്വാർത്ഥത, അസൂയ, സത്യസന്ധത എന്ന് പറയും. ഇവര് ബിന്നി അവസാനവും അനുമോൾ ആദ്യമൊക്കെ കിടക്കുന്ന കണ്ടിട്ട് സ്വാർത്ഥത അങ്ങ് ഇട്ട്
അതെ അവിടെ ഉള്ളവർ വിചാരിച്ചു സ്വാർത്ഥതയിട്ട് അങ്ങനെ അത് തെറ്റിപ്പോയി. അങ്ങനെ അതായത് വൈൽഡ് കാർഡ്സിന് സെലക്ട് ചെയ്യാം തെറ്റിപ്പോയോണ്ട്. അതായത് ബോംബിൽ നിന്നുള്ള പണി കിട്ടുന്നത് ആരാണ്, കണ്ടസ്റ്റന്റ് ആരാണെന്ന് സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്തിരിക്കുന്നത് അനുമോളിനെയാണ്. അപ്പൊ ഇവിടെ വേറൊരു കാര്യം നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഓൾറെഡി നമ്മുടെ അഭിലാഷ് ഈ ഒരു ഗസ്റ്റ് ചെയ്യുന്ന ടൈമിൽ പറയുന്നുണ്ട്. കാരണം നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല വന്നവർ ചിന്തിക്കണം. അപ്പൊ അവരുടെ കണ്ണിലൂടെ ഉള്ള രീതിയിൽ ചിന്തിക്കുന്ന അഭിലാഷ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് അനു അവിടെ ഇരുന്ന് അതിലെടുത്തും നൂറെടുത്തും പറയുന്നുണ്ട്, വന്ന വൈൽഡ് കാർഡുകൾ മൊത്തം എന്റെ അടുത്ത് ഫേവറേറ്റിസം കാണിക്കുന്നു, ഇവർക്ക് എല്ലാവർക്കും അസൂയ, അതില് ഇവർക്ക് കണ്ടന്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവർ കണ്ടന്റ് കൊടുക്കട്ടെ, എനിക്ക് കണ്ടന്റ് കൊടുക്കണമെങ്കിൽ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ വീട്ടുകാരെയാണെന്ന് തോന്നുന്നു കേട്ടോ പറയുന്നത് എന്ന് പറഞ്ഞ അനു ഇരുന്ന് പറയുന്നുണ്ട്. അല്ല, അത് ഓൾറെഡി ഒരു ടോക്ക് ഉണ്ട്. കാര്യം ഇവരും എല്ലാം വന്ന് ഒട്ടുന്ന് എന്നുള്ള രീതിയിലൊക്കെ ഒരു സംസാരമൊക്കെ ലൈവിലൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അത് വെച്ചോണ്ടാ പറയുന്നത്. അതെ, അപ്പൊ ഇതില് ഗിസേലിനാകെപ്പാട് മൊത്തത്തിൽ ടെൻഷൻ ആയി കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ അനുവിന് സത്യസന്ധത ഇവര് ഫസ്റ്റ് കൊടുത്തല്ലോ. അപ്പൊ ഗിസേല് വിചാരിക്കുന്ന എന്താന്ന് വെച്ചാല് അനു പറഞ്ഞത് സത്യമായിട്ടാണോ, ഇത് ശരിക്കും ഇവര് കൊടുത്തതാണോ അതോ ട്രിക്കി ആയിട്ട് കൊടുത്തതാണോ എന്നുള്ള രീതിയിൽ നമ്മൾ സാബു മോന്റെ അടുത്ത് വന്നിരുന്നത് ഭയങ്കര, സാബു മോനല്ലല്ലോ സാബു മാന്റെ അടുത്ത് വന്നിരുന്നത് ഭയങ്കരമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ സാബു മാൻ പറയുന്നുണ്ട് അത് ചിലപ്പോ അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് കൊടുത്തതായിരിക്കാം, അത് നമുക്ക് പറയാൻ പറ്റൂല. എന്തായാലും അങ്ങനെ പറയുന്നുണ്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അനുമോള് സത്യസന്ധത വന്നതിന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഗിസയിൽ എന്തുമായിരിക്കും, അത് വെച്ചോണ്ടാണ് ഗിസയിലെ ടെൻഷൻ. അതിന് ടാസ്ക് 4 ആണ് തോന്നുന്നു. ഇനി 4th റൗണ്ടിനാണ് കേട്ടോ. 4th റൗണ്ടിൽ കൊടുക്കുന്ന ശുചിത്വമാണ്, അതായത് ഹൈജീൻ ആണ് കേട്ടോ കൊടുക്കുന്നത്. ഇതിൽ ഇവർ സെലക്ട് ചെയ്യുന്ന ഇത് ഇവര് കുറച്ച് ട്രിക്കി ആയിട്ട് സെലക്ട് ചെയ്തിട്ടോ, കാരണം വീട്ടുകാർ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം മനീഷ്, രണ്ടാമത് ഗിസേല, മൂന്നാമത് ബിന്നി ആണ് കേട്ടോ. അപ്പൊ ഇവർക്ക് ഇതിനായിട്ട് കൊടുക്കുന്നത് ക്ലൂ ആയിട്ട് കൊടുക്കുന്നത് ശുചിത്വം, മടി, സ്വാധീനിക്കൽ, ഇത് മൂന്നുമാണ് കൊടുത്തത്. അപ്പൊ ഹൗസ് മേറ്റ് ശുചിത്വം തന്നെ എടുത്തിട്ടോ. അപ്പൊ പണിപ്പുരയിൽ പോവാതിരിക്കുന്ന ഒരാളെ, അതായത് വൈൽഡ് കാർഡുകളിന് തെരഞ്ഞെടുക്കുക. കാരണം വീട്ടുകാരെ വിന്നായല്ലോ. അങ്ങനെ വീട്ടുകാരെ തെരഞ്ഞെടുക്കുന്നത് പണിപ്പുരയിൽ പോവാതിരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞ പ്രവീണിനെ ആണ് കേട്ടോ തെരഞ്ഞെടുക്കുന്നത്. അങ്ങനെ പ്രവീണിന് ഡ്രസ് ഒന്നും കിട്ടത്തില്ല അല്ലേ? ഡ്രസ്സും കാര്യങ്ങളൊന്നും ഒന്നും കിട്ടൂല. അങ്ങനെ പ്രവീണിനെ സെലക്ട് ചെയ്തേക്കുന്നത്. ഇനി ഇതിൽ 5ാമത്തെ റൗണ്ട് ആണ് കേട്ടോ. 5ാമത്തെ റൗണ്ട് വന്നിട്ട് സ്മാർട്ട് ആണ് കിട്ടുന്നത് ഇവർക്ക്. അങ്ങനെ അവര് റാങ്കിങ് ചെയ്യുന്നുണ്ട്. ആര്യൻ, നെവിൻ, അക്ബർ, ആ ഓർഡറിലാണ് പോകുന്നത് കേട്ടോ. ലാസ്റ്റ് ബിന്നി, ശൈത്യ, ഗിസേല്, ഇങ്ങനെയാണ് പോയേക്കുന്നത്. അപ്പം അതില് ബിഗ് ബോസ് ഓപ്ഷൻ കൊടുക്കുന്നത് റിബല്, എന്റർടൈനർ, സ്മാർട്ട് എന്നാണ് കൊടുക്കുന്നത് ഓപ്ഷൻ. അങ്ങനെ ഇവരെല്ലാം കൂടി ആലോചിച്ചിട്ട് ലാസ്റ്റ് ഗിസേൽ വന്നോണ്ടാന്ന് തോന്നുന്നു റിബൽ എടുത്തേന്ന് തോന്നുന്നു. അല്ലല്ല, അക്ബർ വന്നില്ലേ? അപ്പോഴത്തേക്ക് ഇവര് വിചാരിച്ചു അക്ബർ ഉണ്ടെങ്കിൽ എന്തായാലും സ്മാർട്ട് അല്ലല്ലോ. അതെ, അങ്ങനെയാണ് റിബൽ എടുത്തത്. പക്ഷെ പണിവാളി. അങ്ങനെ ഇപ്പം അവരാ ജയിച്ചേക്കുന്നത്, അതായത് വൈൽഡ് കാർഡ്സാ ജയിച്ചേക്കുന്നത്. അതുകൊണ്ട് ബോംബ് പണി കൊടുക്കാനുള്ള ആളെ സെലക്ട് ചെയ്യുന്നത് രണ ഫാത്തിമയാണ്. അതിന് മസ്താനി നല്ല രീതിക്ക് ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുക്കുന്നു. ഒരു കണ്ടന്റും ഇല്ല, ചുമ്മാ നടന്ന് ചിലക്കുക എന്നുള്ള കണ്ടന്റ് ഒക്കെ കൊടുക്കുന്നു. ഇതിന്റെ ഇടയിൽ മസ്താനി, രണ ഫാത്തിമ നല്ല യുദ്ധം നടക്കുന്നതുകൊണ്ടാണ് ആ ഒരു പണി ഇങ്ങനെ എടുത്തു കൊടുത്തത്. ഇതിൽ അക്ബർ തന്നെ ഞെട്ടിയിരിക്കും സ്മാർട്ട്. എന്നിട്ട് അവിടെ ചിരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, ഞാൻ എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഡൈനിങ് റൂമില് അപ്പാനി, ബിന്നി, ശരത്ത്, അക്ബർ, ആര്യൻ ഇവർ ഇത്രയും പേരും കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പോ ഇത് നമ്മുടെ അനുവിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ശൈത്യ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ അനുവിനെ കുറിച്ച് നിങ്ങളോട് വല്ല മോശവും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയുന്നുണ്ട്. അപ്പം അതായത് അനു പറഞ്ഞിട്ടുണ്ടെന്ന്, ഞാനാണ് പിന്നിൽ നിന്ന് കുത്തിയതെന്ന് ആരോ വന്നപ്പോ അനുവിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു എന്ന് പറയുമ്പോഴത്തേക്ക് ഓ അതാണല്ലേ കട്ടപ്പ എന്ന് വിളിക്കുന്നത്, കാരണം ഇവരെല്ലാരും കട്ടപ്പ എന്ന് വിളിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ശരത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, അതാണല്ലേ കട്ടപ്പ എന്ന് വിളിക്കുന്നത്? സൂപ്പർ കട്ടപ്പ. അതെ, കാരണം പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ട്, നല്ല രീതിയിൽ കുത്തിയിട്ടുണ്ട്. അതെ, അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആരും പറയുന്നുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കുശൂഷിക്കുന്ന കാണാലോ അനുമോള, അതെന്താന്ന് നോക്കുമ്പോൾ ശൈത്യ പറയുന്നുണ്ട് അതൊരു ലവ് ട്രാക്ക് അനു ആദ്യം പിടിക്കാൻ നോക്കിയത്, അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അതിന്റെ പേരിൽ ഞാനും കളിയാക്കിയിട്ടുണ്ട്, പക്ഷെ അത് നടന്നില്ല. അത്
ഞാൻ ഉൾപ്പെടെ അപ്പൊ ബിന്നി പറയുന്നുണ്ട് അത് എനിക്കും തോന്നിയിട്ടുണ്ട്, ഞാനും അത് ഓൾറെഡി പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവളത് സമ്മതിച്ചിട്ടില്ല എന്ന് പറയുന്നത്. അപ്പൊ ആരെയും പറയുന്നുണ്ട് അവള് വന്ന് ഇങ്ങനെ തൊട്ടും പിടിച്ചും ഒക്കെ സംസാരിക്കുന്നതേ കുഴപ്പമില്ല, ഞാൻ ഡിസൈനിന്റെ അടുത്ത് ഒന്ന് തൊട്ടാലോ പിടിച്ചാലോ ആണ് അവൾക്ക് ഇത്, അവൾ ഭയങ്കര ഫേക്ക് ആണ്, സ്മാർട്ട് കളിക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ആരെയും പറയുന്നുണ്ട്. അനുമോള് ലവ് ട്രാക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു, അതൊന്ന് സ്റ്റാർട്ടിങ് ചെയ്തപ്പോഴേ നമ്മുടെ വീക്കെൻഡില് ലാലേട്ടൻ ആര്യന് നല്ല കൊട്ടു കൊടുത്തപ്പോഴേ സ്റ്റോപ്പ് ചെയ്യും. അല്ല, ആദ്യത്തെ ആഴ്ച ഭയങ്കരമായിട്ട് ആര്യന്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ ഒണിയലും ആര്യനും കൂടെ ഒരേ രീതിയിൽ ഗിസേലിന്റെ കൂടെ ജയിലിൽ പോകണമെന്ന് ആരാന്നോ ചോദിച്ചപ്പോ അത് ഒണിയൽ പോയാൽ മതി, ഒണിയൽ പോയാൽ മതി തർക്കിക്കലായിരുന്നു. പിന്നെ അത് മാത്രമല്ല എന്റെ ഇടയ്ക്ക് ഇവര് തമ്മിലുള്ള ആ ഒരു ലൈവ് ഒക്കെ വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ചിരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ സ്റ്റാർട്ട് ചെയ്തതാ, പക്ഷെ ആള് പിന്നെ ലാലേട്ടൻ വന്ന് പണി കൊടുത്ത് നെഗറ്റീവ് ആന്ന് പറഞ്ഞപ്പോഴേ അടുത്ത ആഴ്ച ആരുടെ കണ്ടുകൂടാ. പിന്നെ എന്തായാലും അങ്ങനെയായിരുന്നു. എന്തായാലും അതുകൊണ്ട് അനുവിന് ആ ഒരു നെഗറ്റീവ് ഒഴിവായി കിട്ടി, അല്ലെങ്കിൽ അത് നല്ല നെഗറ്റീവ് വന്നാല്. അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വൈറ്റ് കാർഡുകൾ മണിപ്പുരയിൽ പ്രവേശിക്കാൻ പോയതാണ് കേട്ടോ. അതായത് പ്രവേശിക്കുന്ന ടൈമിൽ നമ്മുടെ പ്രവീണിനും മസ്താനിക്കും മറ്റേ പണി കൊടുത്തത് കൊണ്ട് അവർക്ക് കയറാൻ പറ്റില്ല. അപ്പൊ ബാക്കി 3 പേരാൽ ലക്ഷ്മി, ജിഷനും പിന്നെ സാബു മാനുമാണ് പണിപ്പുരയിൽ കയറുന്നത്. 10 സെക്കൻഡ് ടൈം ആയിരിക്കും ഇവർക്കുള്ളത്. അപ്പോഴത്തേക്ക് ഈ 10 സെക്കൻഡ് ടൈം ആണുള്ളത്. അപ്പൊ ഈ ടൈമിനുള്ളിൽ പോയി സാധനങ്ങൾ എടുക്കണം. അപ്പൊ ബാക്കി പോയി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുറെ പോയി സാധനങ്ങൾ എടുക്കുന്നുണ്ടല്ലേ? എടുക്കുന്നുണ്ട്, ഓടിപ്പോയി എല്ലാം പെട്ടെന്ന് പോയി എടുത്ത് വരുന്നുണ്ട്. ബോംബിന്റെ ഇതുണ്ടല്ലോ, ബോംബിന്റെ ഇത് പറയുന്നുണ്ട്. അപ്പൊ അതിനിരിക്കുന്ന സമയത്ത് നമ്മുടെ നിങ്ങൾക്ക് അറിയാലോ, അനീഷാണ് എപ്പോഴും വന്ന് ഈ സൈഡിൽ അല്ലെങ്കിൽ ആ സൈഡിൽ അനീഷിരിക്കും, നടുക്കൊന്നും ഇരിക്കില്ല. അപ്പോഴത്തേക്ക് ഇത് ആദിലും നൂറയും കൂടെ പ്ലാൻ ചെയ്ത് ആദില ഈ സൈഡിലും ആ സൈഡിലും പോയിരുന്നു. അനീഷ് വന്നിട്ട് ബിഗ് ബോസ് ഇത് എന്താ മനഃപൂർവ്വമാണ്, ഇവര് വ്യക്തി വൈരാഗ്യം തീർക്കുവാണ് എന്റെ അടുത്ത്, അതുകൊണ്ട് ഞാൻ അപ്പൊ 100 പറഞ്ഞു ചേട്ടാ ഇപ്പൊ അവിടെ ഇരി, ഞാനിപ്പോ എന്തായാലും ഇവിടെ ഇരിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്, ഞാൻ ഒരു വട്ടം ഇരിക്കട്ടെ എന്ന് പറയുമ്പോ ഇല്ല ബിഗ് ബോസ് ഇത് വ്യക്തി വൈരാഗ്യം തീർക്കാണെന്ന് ഒരു 10 വട്ടം പറഞ്ഞു. അത് അനീഷിന് വാശിയാ തുമ്പത്തിരിക്കണോ, ആദ്യം പോണോന്ന് വാശി, അത് അനീഷിന് വാശിയാ. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് പറഞ്ഞു അനീഷ് ഇരിക്കൂ. അപ്പൊ ഉടനെ വീണ്ടും ഇല്ല ബിഗ് ബോസ് ഇത് എന്നോടുള്ള വ്യക്തി വൈരാഗ്യം തീർക്കുകയാണ്, ഇത് എന്നോടുള്ള വ്യക്തി വൈരാഗ്യം തീർക്കുകയാണ്, അതൊരു 10 വട്ടം പറഞ്ഞു. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് പറഞ്ഞു ഇവിടെ ആർക്കും പ്രത്യേക സ്പേസ് ഒന്നും ഇല്ല, അനീഷിരിക്കും. വീട്ടുകാരെല്ലാരും കൂടെ കൈയടിക്കുന്നുണ്ട്, സന്തോഷം. അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കൊണ്ടുവന്ന ബോംബ് എത്ര ഉണ്ടെന്ന് എണ്ണുമ്പോ ബിഗ് ബോംബ് 3 എണ്ണവും സ്മോൾ 5 എണ്ണവും മീഡിയം 6 അപ്പൊ മീഡിയം പണിയാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ട് പണി? അതായത് മീഡിയം പണിയാണെങ്കിൽ ഇച്ചിരി പണിയായി വലിയ പണിയായിട്ടാ എനിക്ക് തോന്നിയത്. ബൗളിൽ നിന്ന് ഒരു ഷീറ്റ് എടുക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒരു ഷീറ്റ് എടുക്കുന്നുണ്ട്. ആ ഷീറ്റിൽ എന്ന് പറയുന്നത് 2 ആഴ്ചയാണോ? ഇനി വരുന്ന 2 ആഴ്ച നമ്മുടെ ലാലേട്ടനെ കാണാൻ പറ്റത്തില്ല, സെലക്ട് ചെയ്യുന്നവർക്ക് ആൾക്ക് പറ്റത്തില്ല എന്നുള്ളതാണ് പണി. അപ്പൊ ഇവർക്ക് 2 പേരെ സെലക്ട് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ഇപ്പം ഓൾറെഡി ഇവർക്കായിട്ട് സെലക്ട് ചെയ്യാം, പിന്നെ ഒന്നെന്ന് പറയുന്നത് കുറച്ചു മുമ്പ് ഒരു ടാസ്ക് ചെയ്തില്ലായിരുന്നോ, അപ്പൊ അങ്ങനെയും സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്യുന്നത് ഷാനവാസിനെയും പിന്നെ റെന ഫാത്തിമയാണ്. അപ്പോൾ ഷാനവാസിനെ പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ വളരെ സേഫ് ആണ്, കൂളായിട്ടാണ് പോകുന്നത്. പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നാലും ലാലേട്ടൻ വരുമ്പോൾ ഷോ ഇറക്കി മീശ കാണിച്ചിട്ടൊക്കെ അങ്ങ് നിൽക്കും. അപ്പൊ അതുകൊണ്ട് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ പോകും. അതുകൊണ്ട് ലാലേട്ടൻ 2 ആഴ്ച കണ്ടുകഴിഞ്ഞാൽ ഷാനവാസിന് പ്രശ്നമൊന്നും ഇല്ലെന്ന്. പിന്നെയാണ് മറ്റേ ചേറുംപടി ചേർക്കുക ടാസ്കിൽ 3 പേര് വന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ ബോംബിന്റെ അനുമോളും. അപ്പൊ ഇതില് ഇവരുടെ അടുത്ത് പ്ലാൻ ചെയ്യാൻ പറയുമ്പോൾ ഇവര് രണയാണ് പ്ലാൻ ചെയ്യുന്നത്. എന്താന്ന് വെച്ചാൽ കണ്ടന്റ് ഇല്ല, വീക്കാണ്, ഉള്ളതും ഇല്ലാത്തതും ഒക്കെ കണക്കാണ്, ലാലേട്ടന്റെ ടൈം വെറുതെ വേസ്റ്റ് ആക്കും എന്നുള്ള രീതിയിൽ. അപ്പോ പിന്നെ ഇവരൊരു റീസൺ പറയുന്നുണ്ട്, അനൂനാണെങ്കിലും ഗിസേലിനാണെങ്കിലും ഈ ആഴ്ച വരുമ്പോ ചോദിക്കാൻ നല്ല പണിയുണ്ടെന്ന് കൊടുക്കാൻ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ ഒരാൾ ഇല്ലാതായി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. സൂപ്പർ ഗെയിം ആയിരുന്നു കേട്ടാ, അല്ലേ? വൈൽഡ്കാർഡാണെങ്കിൽ അവർ ആ ഗെയിം നോക്കി വെച്ചാ കളിച്ചത്. പക്ഷെ എനിക്ക് വേറൊന്ന് തോന്നിയതുണ്ട്, ഈ ബിഗ് ബോസ് ഇങ്ങനെ ചേരിയിരിച്ചൊരു പണി കൊടുക്കുന്നത് ഇവരെ 2 ഗ്രൂപ്പ് ആക്കാനാണ്. അതായത് അകത്തുള്ള കണ്ടസ്റ്റന്റ് ഒരു ഗ്രൂപ്പും വന്ന വൈൽഡ്കാർഡ് ഒരു ഗ്രൂപ്പും. ആ രീതിയിലുള്ള പണി നോക്കിക്കണ്ട, ഒരു പേഴ്സണൽ ജഡ്ജ് വരുന്ന രീതിയിലുള്ള മൊത്തം എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നു. അതെ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞപ്പോ അപ്പൊ രണ പറയുന്നുണ്ട്, എനിക്ക് ഈ വീക്കെൻഡിൽ സംസാരിക്കാൻ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അത് ബുദ്ധിപരമായി മസ്താനി എന്നെ ഇതിലെടുത്തിട്ടോണ്ട് ഞാനിപ്പം പറയാണ്, എന്നെ പല വെട്ടമായിട്ട് ഒരു 4-5 വെട്ടമായിട്ട് മസ്താനി മോശം ഗസ്റ്റർ കാണിച്ചു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ലക്ഷ്മി പറയുന്നുണ്ട്, അപ്പോഴത്തേക്ക് ലക്ഷ്മി ഉടനെ ചോദിക്കുന്നത് നിങ്ങൾക്ക് പേഴ്സണലി അറിയാവോന്ന് നേരത്തെ. അപ്പം റെന ഫാത്തിമ പറയുന്നത് അപ്പോഴത്തേക്ക് ഹൗസ് മേറ്റ്സ് എല്ലാരും കൂടെ ചോദിച്ചു അനെന്താ അറിയാമെങ്കിൽ
അറിയാമെങ്കിൽ എന്താ അങ്ങനെ കാണിക്കാവോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. എന്ത് കാര്യം പറഞ്ഞാൽ വൈകാർട്സിന്റെ പേഴ്സണൽ കാര്യങ്ങളേ ഉള്ളൂ. അതെ, അപ്പോഴത്തേക്ക് രണ എല്ലാവരുടെ കൂടെ ചോദിക്കുന്നുണ്ട് വൃത്തിയുടെ ഗസ്റ്റുകൾ കാണിച്ചത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ എല്ലാരും പറഞ്ഞു ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജിഷൻ പറയും ഉടനെ ഈ ജിഷൻ എന്താണെന്ന് എനിക്കറിയാൻ വേണ്ടി ജിഷൻ എല്ലാത്തിനും റീസൺ വേണം, അല്ലെങ്കിൽ മറ്റെന്ത് പറയണേ എന്തോ ജിഷനെ. അപ്പോഴത്തേക്ക് ജിഷൻ വന്നിട്ട് പറയാ അങ്ങനെ വിളിക്കാനായിട്ട് ബിഗ് ബോസിന്റെ അടുത്ത് ഡമ്മി ചോദിക്കുമെന്ന് അറിയത്തില്ല ഇനി ഓരോന്നിനും ചെയ്ത് കാണിച്ചു കൊടുക്കാൻ. ജിഷൻ വന്നിട്ട് ചോദിക്കാം കാണിക്കാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ? വളരെ വീട്ടുകാരല്ല റീസൺ ഉണ്ടോന്നോ? ഉണ്ടെങ്കിൽ അങ്ങനെ കാണിക്കാവോ? അക്ബറൊക്കെ ചാടി വീടിട്ട ജിഷൻ അയ്യോ അല്ലല്ല കാണിക്കാൻ പാടില്ല, പക്ഷെ എന്തെങ്കിലും റീസൺ ഉണ്ടോ നമുക്ക് അറിയണമല്ലോ. ഇനി അടുത്ത ചോദ്യം ഇനി എന്താ ഇതൊന്ന് കാണിച്ചു കൊടുക്കുമെന്നായിരിക്കും. അതെ, അപ്പോഴത്തേക്ക് ഒണിയലും അക്ബറും കൂടെ പോയി ജിഷനെ എടുത്തിട്ട് പോയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഒണിയല് പറയുന്നുണ്ട് ഒഫൻസീവ് ആയിട്ട് പറയുന്നത് തെറ്റ് തന്നെയാണ്, അതിപ്പോ ആരായാലും തെറ്റ് തന്നെയാണ്. അപ്പൊ അക്ബർ പറയുന്നുണ്ട് റീസൺ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനത്തെ മോശം ഗസ്റ്റേഴ്സ് കാണിക്കാൻ പാടില്ല. അത് ഒരു വട്ടമല്ല 4-3 വട്ടം കാണിച്ചു. അതായത് നമ്മുടെ രണ ഫാത്തിമയുടെ തങ്ങളുടെ മിഡിൽ ഫിംഗർ അങ്ങനെ എന്തോ കാണിക്കുക എന്തോ ചെയ്ത് മസ്താനി. അപ്പം രണ ഫാത്തിമ ചോദിച്ചിട്ടുണ്ട് മിഡിൽ ഫിംഗറിന് എന്തെങ്കിലും മാനുഫാക്ചറിംഗ് ഡിഫക്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മസ്താനി ചോദിക്കുന്നുണ്ട് അത് നിന്റെ ബോയ് ഫ്രണ്ടിനാണ് മിഡിൽ ഫിംഗറിന് മാനുഫാക്ചറിംഗ് ഡിഫക്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഉടനെ ബിന്നി വന്നിട്ടുണ്ട്. ബിന്നി ചാടി വന്നിട്ട് പറയുന്നുണ്ട് അവളോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവളെ പറയണം, അല്ലാതെ വീട്ടുകാരെ അല്ല പറയേണ്ടത് ഓരോ പ്രശ്നത്തിന് എന്നിങ്ങനെ ബിന്നി പറയുന്നുണ്ട്. അപ്പൊ അതിനുശേഷം മസ്താനി ചോദിക്കുന്നുണ്ട് ഗിസേലിന്റെ വേലക്കാരിയായിട്ടാണോ വന്നത്, കാലും കൈയൊക്കെ തഴുകി അവിടെ നിന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് രണയെ നല്ല രീതിക്ക് കളിയാക്കുന്നുണ്ട്. പക്ഷെ നല്ല രീതിക്ക് രണ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. രണ അതിൽ വീഴുന്നുണ്ട് ഇല്ലേ? രണ വീഴുന്നുണ്ട്, പക്ഷെ മസ്താനിന്റെ വളരെ മോശമായിട്ടുള്ള ഒരു ഗെയിം ആണെന്ന് പറയാനുള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെ അല്ല ഗെയിം കളിക്കേണ്ട, ഒരു മാന്യമായിട്ടുള്ള ഗെയിം കളിക്കും. വന്നപ്പോ തൊട്ട് പറയുന്ന വേർഡ്സ് ആണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും വീട്ടുകാരെ പേഴ്സണൽ ആയിട്ട് പറയുക, അങ്ങനെയൊക്കെ ഗെയിം കളിക്കാൻ നിൽക്കരുത്. ഇപ്പം നമ്മൾ ഡയറക്റ്റ് ആരെടുത്താണോ ഗെയിം കളിക്കുന്നത് അവരുടെ അടുത്ത് ഗെയിം കളിക്കുക, അല്ലാതെ വീട്ടുകാരെ പറഞ്ഞിട്ടും എടുത്തിട്ടും വീക്ക് പോയിന്റ് വെച്ചിട്ടും അല്ല ഇവിടെ ഒരു ഗെയിം കളിക്കേണ്ടത്. മസ്താനി വന്ന് ഇപ്പൊ രണ ഫാത്തിമയ്ക്ക് ഉപകാരമായി, അതായത് അത്രയും നെഗറ്റീവ് പറഞ്ഞു മസ്താനി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ സംഭവം ഇവിടെ നമ്മുടെ ലിവിംഗ് റൂമില് പ്ലാസ്മ ടിവിയുടെ മുമ്പിലായിട്ട് ഈ സംഭവം നടക്കണം. അപ്പൊ നോക്കുമ്പോ ഇപ്പുറം കാണിക്കുന്നത് നമ്മുടെ ഷാനവാസും അക്ബറും കൂടെ ഒരുമിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോ അക്ബർ ഷാനവാസും ഇങ്ങനെ പിടിച്ചോണ്ടായിരിക്കുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ ഇവരെന്തെങ്കിലും പറയുന്നുണ്ട് കേട്ടോ, ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കുന്നില്ല. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോ ഞാൻ വെച്ചു ഓ അക്ബറും ഷാനവാസും കൂടെ തോളിലൊക്കെ കൈ വെച്ച് കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നെന്ന് വിചാരിച്ചിട്ടാ. ഉടനെ അപ്പോഴാണ് ബിഗ് ബോസ് സൗണ്ട് കൂട്ടിയത് ഭയങ്കര, കാരണം അവിടുത്തെ വഴക്ക് തീർന്നു, ഇനി ഇവിടുത്തെ വഴക്കിന്റെ സൗണ്ട് കൂടെ. പറഞ്ഞ വളരെ മോശമായി വീട്ടുകാരോട് താല്പര്യമില്ലാത്ത ഇങ്ങനെ ചിരിച്ചോടക്കിരുന്നുണ്ട്. വളരെ മോശമായി വീട്ടുകാരെ താല്പര്യമില്ലാത്തവരാണ് നമ്മുടെ വീട്ടിലുള്ളവരെയൊക്കെ പറയുന്നത്. അങ്ങനെയുള്ളവർ വളരെ മോശമാണ്. എന്നിട്ട് എണീറ്റ് വന്നിട്ട് അക്ബർ പറയാ കണ്ടോ ഈ നമ്മുടെ അച്ഛനെ വിളിക്കുന്ന എന്താ കാര്യമൊന്നും പറയില്ല കേട്ടോ. നമ്മുടെ അച്ഛനെ പറയുന്ന ആൾക്ക് അച്ഛനൊരു വാല്യൂ കൊടുക്കാത്തതുകൊണ്ടാണ് എന്തെങ്കിലും ഒന്ന് പറയുമ്പോ അച്ഛനെ പറയുന്നത്. ഉടനെ ഷാനവാസ് എന്നെ പറഞ്ഞാൽ ഞാൻ പറയും, എന്നെ ചീത്ത പറഞ്ഞാൽ ഞാൻ തന്തയെ പറയും, പോയി വിളിക്കടാന്ന് പറയും എന്നിങ്ങനെ പറഞ്ഞു. തന്തയെ ചീത്ത വിളിക്കില്ല, തന്തയെ പോയി വിളിക്കടാ എന്ന് ഞാൻ പറയും. അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഓ അക്ബർ എന്തോ മഹാ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വഴക്കം. കാരണം ഷാനവാസിന് ഇങ്ങനെ ഒരു തട്ടലുണ്ടല്ലോ, പോയി തട്ടുന്നു, ഷാനവാസ് ഇങ്ങനെ തിരിച്ചാക്കുന്നു. പക്ഷെ അത് ഷാനവാസിന് പണിയിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കൊറേ ആയി ഇപ്പൊ എന്തെങ്കിലും തെളിപ്പിക്കുമ്പോഴത്തേക്ക് ബിഗ് ബോസ് വിളിച്ചിട്ട് രണ്ടുപേരും സോഫയിൽ ഇരിക്കൂ, സോഫയിൽ ഇരുന്ന് ഇതേ വഴക്കാണ്. അപ്പഴത്തേക്ക് ബിഗ് ബോസ് പറയുന്നു രണ്ടുപേരും കൺഫെക്ഷൻ റൂമിൽ വരൂ. വളരെ പോകുന്ന വഴിക്കും ഇതേ തന്നെ പറയണേ. പോകുന്ന വഴിക്ക് എന്ത് സംഭവം അക്ബർ പറയുന്നത് ഞാൻ മണ്ടനെന്നല്ലേടാ വിളിച്ചത്. പൊണ്ണെ അക്ബർ ഷാനവാസ് എന്നെ മണ്ടനെന്ന് വിളിച്ചാൽ ഞാൻ നിന്റെ തന്തയെ വിളിക്കാൻ പറയും, എടാ മണ്ടനെന്ന് വിളിച്ച മരമണ്ട അത് മനസ്സിലാക്കി മണ്ടത്തരം പറയാതെ. ഉടനെ ഷാനവാസ് അത് നിന്റെ തന്തയെ വിളിക്കാൻ ഞാൻ പറയും, മുനിസിപ്പാലിറ്റിയിൽ പോലും ഇല്ല ഇത്രയും മോശമായ വേർഡ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ എന്നും പറഞ്ഞിട്ട്. പിന്നെ കൺഫെഷൻ റൂമിൽ കയറി ഇരുന്നിട്ട് ബിഗ് ബോസ് നിങ്ങളൊന്നും നിർത്ത്, ഒന്നും കുറച്ചേരം മിണ്ടായിരിക്കാൻ പറഞ്ഞു. അപ്പോഴും വീണ്ടും ഇത് തന്നെ സംസാരം. പോലെ കളിക്കടാ അക്ബർ, ആണുങ്ങളെ പോലെ കളിക്കടാ എന്നും പറഞ്ഞിട്ട് അക്ബർ പറയുന്നുണ്ട് കേട്ടോ. അക്ബറിന്റെ ഇവർ രണ്ട് കൺഫെക്ഷൻ റൂമിൽ ഇരിക്കുകയാണ്. അക്ബർ എന്ന് മണ്ടനെന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പൊ ഷാനവാസ് വിളിച്ചാൽ തിരിച്ചു വിളിക്കും, നിന്റെ അച്ഛനെ ഞാൻ വിളിക്കും. മണ്ടനെന്നല്ലേടാ വിളിച്ചത്, മണ്ടനെന്ന് വിളിച്ചാൽ അച്ഛനെ വിളിക്കും ഞാൻ. ഉടനെ ബിഗ് ബോസ് രണ്ടുപേരും മിണ്ടാതിരിക്കുക. എവിടെ ഒരു സെക്കൻഡ് മിണ്ടായിരിക്കും, വീണ്ടും തുടങ്ങും. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് വീണ്ടും
രണ്ടു പേരോടും കൂടിയിട്ടാണ് പറഞ്ഞത് മിണ്ടാതിരിക്കുക. അതെ, എവിടെ വീണ്ടും തുടങ്ങും. അപ്പോഴത്തേക്ക് ഒന്നും മിണ്ടാതിരുന്നു, എന്നിട്ട് ചിരിച്ചോണ്ട് നിൽക്കുക. രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും വഴക്ക് തുടങ്ങി. ബിഗ് ബോസ് നിങ്ങളോടല്ലേ പറഞ്ഞ മിണ്ടാതിരിക്കാൻ, നിങ്ങളെന്താ കൊച്ചുപിള്ളേരെ ഇത് ഒരു TV ഷോ ആണ്, കൊച്ചു കുട്ടികളെ പോലെ അല്ല എന്നും മടി ഉണ്ടാക്കിക്കൊണ്ടുവരും. ബിഗ് ബോസിന്റെ സൗണ്ട് ഒക്കെ പറഞ്ഞ് ബിഗ് ബോസ് ഒരു 10 വിക്സ് മുട്ടായി കൊണ്ടായിരിക്കും ഇരിക്കുന്നതെന്ന് തോന്നുന്നു ഇവരുടെ ഈ അടി കാരണം. പറഞ്ഞു എന്നിട്ട് ബിഗ് ബോസ് ഇത് എത്ര നാൾ ഇങ്ങനെ പോവും, പുറത്ത് വിട്ടാ വീണ്ടും ഇത് തന്നെ ചെയ്തിട്ട് വീണ്ടും ആ തീറി വരും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുറച്ച് ഡെയിലി നിങ്ങളെ വിളിച്ച് സംസാരിക്കാൻ അടി മാറ്റി തരാൻ കുറച്ച് സമയം തരണോ എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് മടുത്തിട്ട് കേട്ടോ. അതായത് നമുക്ക് തോന്നും ഈ വട്ടം ഈ ഷാനവാസിന്റെയും ഈ ഒരു അക്ബറിന്റെയും വഴക്ക് തീരാൻ ബിഗ് ബോസ് ഡെയിലി വിളിക്കാൻ ബിഗ് ബോസിന് എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. പിന്നെ അല്ലാതെ അതേപോലെ തന്നെ ആകെ ഒരു സൗണ്ടേ ഉള്ളൂ ഇവരടുത്ത് പറഞ്ഞ ആളുടെ അവരുടെ ജോലി. അതെ, ഈ വട്ടം ഒരു 19 വിക്സ് മുട്ടായി വാങ്ങി വെച്ചിട്ട് ബിഗ് ബോസ് ഇരിക്കണമെന്ന് തോന്നുന്നു കേട്ടോ. എന്റെ പെണ്ണുമ്പോഴത്ത് പോലും ഞാൻ ഇത്രയും കിടന്ന് സമാനം പറഞ്ഞിട്ടില്ല. ബിഗ് ബോസ് പറയുന്നത് പോവാ, നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയമല്ല ഇവിടെ പോകുന്ന പറയുമ്പോഴും വീണ്ടും ഇവര് വഴക്കണേ, നീ അല്ലേടാ എന്നെ പറയുന്നത്, നീ അല്ലേടാ അടിക്കാൻ പറ്റുന്നത്, നീ അല്ലേ ഗ്രൂപ്പിസം കളിച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞ് ഷാനവാസ് പറയുന്നുണ്ട്. അതിന് തിരിച്ച് അക്ബറും തിരിച്ചു പറയുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ലിവിംഗ് റൂമിൽ വന്ന് ഇരിപ്പുണ്ട് കേട്ടോ. തിരിച്ചു പറഞ്ഞു വിട്ട് ഇവര് മിണ്ടായിരിക്കാന്നുള്ളത് കണ്ടിട്ട് തിരിച്ചു പറഞ്ഞിട്ട് ലാസ്റ്റ് എല്ലായിടത്തും കൂടി ലാസ്റ്റ് വാണിംഗ് കൊടുത്ത്, അതായത് ഈ വീട്ടിൽ ഇനി ഒരു രീതിയിലുള്ള സംഘർഷവും വെച്ച് പുലർത്തില്ല. മാത്രമല്ല ഇത് ഒരു TV ഷോ ആണ്, ഇതില് കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലാത്ത മോശമായ രീതിയിലുള്ള ചേഷ്ടകളും ആംഗ്യങ്ങളും ഒന്നും ഇനി അനുവദിക്കത്തില്ല. ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്ത് തന്നെ മുന്നറിയിപ്പില്ലാതെ അവരെ പുറത്താക്കും ലാസ്റ്റ് വാണിംഗ് ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. എവിടെ പക്ഷെ ഇവരെ മിണ്ടിയിട്ടുണ്ട്. ചിലപ്പോ ഇനി എങ്ങനെയാന്ന് അറിയത്തില്ല, നാളെ ഇനി വീണ്ടും അടി ഉണ്ടാക്കും. വേറെ ആള് കാണിക്കുന്നുണ്ടല്ലോ, വേറെ ആളുകൾ സംസാരിക്കുന്നുണ്ട്, എങ്ങനെയാവും നോക്കാം. ഇത് കഴിഞ്ഞിട്ട് അനു നൂറെടുത്ത് പറയുന്നുണ്ട് നമ്മുടെ ശൈത്യയെ പറ്റിയിട്ടാണ്. ശൈത്യ വേണ്ട, നമ്മളോട് കളിച്ച് ചിരിച്ച് നടന്നതാ, പോകുന്നവരൊക്കെ പോട്ടെ എന്നുള്ള രീതിയിൽ അനു നൂറയോട് പറയുന്നുണ്ട് കേട്ടോ. ഈ പറഞ്ഞ അനു തന്നെ പിന്നെ ജയിലിൽ വന്നപ്പോ ശൈത്യ വളരെ മോശമായിട്ട് പറഞ്ഞല്ലോ. അപ്പൊ അനുവിനും മിണ്ടാൻ താല്പര്യമില്ലെന്നുള്ള രീതിയിലല്ലേ ശൈത്യയും പറഞ്ഞത്. അങ്ങനെയുള്ള രീതിയാണ്. പിന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് അനുവിനും ഗിസേലിനും ലാലേട്ടൻ കൊടുത്തല്ലോ 2 മണിക്കൂർ ജയിലിൽ കിടക്കണമെന്ന്. ആ ജയിൽ ടൈമായി പോയി ജയിലിൽ കിടക്കാൻ പറയുന്നുണ്ട്. അപ്പം ഇവര് കിടക്കുന്നുണ്ട്. അപ്പൊ ഗിസേൽ എടുത്ത് കാണിക്കുന്നുണ്ട് അനു മറ്റുള്ള ഒരു ബാഡ്ജ് ഉണ്ടായിരുന്നല്ലോ ഗിസേലിന്റെ, ഒട്ടിച്ചോണ്ട് നടക്കണമെന്ന് തന്നെ, അതില് ഇങ്ങനെ എക്ഷിപ്പല്ലൊക്കെ വരച്ചു വെക്കുന്നുണ്ട്. അപ്പൊ ഗിസേൽ വന്നിട്ട് പറയുന്നു, അതെ കണ്ടോ ബിഗ് ബോസ്, ഇത് എന്റെ ഈ ഫോട്ടോയിൽ ഇവള് എക്ഷിപ്പല്ലൊക്കെ വരച്ചു വെച്ചത് പേഴ്സണലായിട്ട് കാണിച്ചതാണ്. അപ്പൊ ഇവക്ക് ഞങ്ങൾ തമ്മിൽ എങ്ങനെ മിണ്ടാനാന്നൊക്കെ പറയുന്നത്. അല്ല അത് ഗിസേലിന്റെ അപ്പൊ അനു ചോദിക്കുന്നുണ്ട് എന്റെ ഇത് നീ വെക്കാറില്ലല്ലോ ഫോട്ടോ, അത് അപ്പൊ അതിന്റെ പിന്നു പോയതാണ്, മനഃപൂർവ്വം പിന്നിളക്കി. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട് എന്റെ പിന്നു പോയില്ലല്ലോ, രണ്ടും കണക്കാ. അതെ, അതായത് രണ്ടുപേരുടെ പ്രത്യേകത, ഒരാള് ഒരു റീസൺ കണ്ടുപിടിച്ചിട്ട് എന്തെങ്കിലും എക്സ്ക്യൂസ് കണ്ടുപിടിക്കും, മറ്റേ ആളെന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് അതങ്ങ്. ഞാൻ ചോദിക്കുന്നത് ഇതിലിപ്പോ എന്ത് കോംപ്രമൈസ് ആവാനാ ഇവര് ഇന്നലെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, ഇന്ന് പോയി കൈ കൊടുത്തു കൊണ്ടു. അപ്പൊ അത് പറഞ്ഞാൽ ശരിയാവുന്നല്ലേ, ഗിസേലിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നല്ലേ ആവുക. അപ്പൊ ഇനി തിരിച്ചായാലും ഇനി അവര് മിണ്ടോ, എന്തിനാണ് ഈ ജയിലിലൊക്കെ ഇടുന്നത് ഈ 2 മണിക്കൂർ. അപ്പൊ കൂടുതൽ ചിലപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കണ്ടന്റ് ഇട്ടു വിചാരിച്ചാൽ മിണ്ടത്ത് പോലും ഇല്ലെന്ന് തോന്നുന്നു ഇനി രണ്ടും. അപ്പോഴത്തേക്ക് നെവിൻ പറയുന്നുണ്ട് നിങ്ങള് ജയിലിൽ വെച്ച് കീരിയും ബാബു ആവാനല്ല വിട്ടത്, മിണ്ടാനാ വിട്ടേന്ന് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നീ എത്ര നുണയെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഗിസേൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ അനുവും പറയുന്നുണ്ട് നീ നുണ പറയുന്നുണ്ടല്ലോ, പറയുന്നുണ്ടല്ലോ, നീ നുണ പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ടോ. ഗിസേൽ വിളിക്കുന്നുണ്ട്, രണ്ടും കണക്കാണ്, രണ്ടും മോശമൊന്നുമല്ല. അതെ, ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഷാനവാസും നെവിനും എല്ലാരും കൂടെ അവിടെ വന്നിരിക്കും. ഷാനവാസ് വന്നിട്ട് എന്തോ ഗിസേൽ നിങ്ങളും മോശമൊന്നുമല്ല, നിങ്ങളും ഭയങ്കര. അല്ല ഒരു കാര്യമുണ്ട്, അനുവിനെ കാട്ടി ഇച്ചിരി കള്ളം കാണിക്കുന്നത് നമ്മുടെ ഗിസേലാ കാണിക്കുന്നത്, ഏറ്റവും കൂടുതൽ കള്ളം കാണിക്കുന്നത്. പക്ഷെ ഗിസേൽ അതിൽ പിടിച്ചു നിൽക്കും. അതാ പറയുന്നത്, ഗിസേലിന് അറിയാം എങ്ങനെ ടാക്കിൾ ചെയ്യാനും റീസൺ പറയാനും അറിയാം. അനുവിന് പക്ഷെ അത് അറിയത്തില്ല, അനു അങ്ങ് പച്ചയ്ക്ക് പറയും, പച്ചയ്ക്ക് ഇത് ചെയ്യുകയും ചെയ്യും. അപ്പോഴത്തേക്ക് നെവൻ പറയുന്നുണ്ട് നീ തിരിച്ചെന്നാ ഗിസേലിനോട് പറയാം, നീ തിരിച്ചെന്നാ അനുവിന്റെ ഫോട്ടോ അങ്ങനെ ചെയ്യുന്ന പറയുന്നുണ്ട്. അപ്പം ഗിസേൽ വേണ്ടിയില്ല, ഞാൻ ഫോട്ടോ ചെയ്യില്ല, എന്നോടുള്ള ദേഷ്യം എന്റെ ഫോട്ടോയിൽ തീർത്തേന്ന്. അപ്പൊ അനു പറയുന്നുണ്ട് അന്ന് എന്റെ ഫോട്ടോ കത്തിച്ചപ്പോ ഞാൻ ഇവിടെ കിടന്ന പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ അത് വെറും ഒരു ഫോട്ടോ അല്ലല്ലോ, എന്നെ അല്ലേ കത്തിച്ചെന്ന്. അതേപോലെ ഇതും വെറും ഒരു ഫോട്ടോ അല്ല. അത് ജിഷിൻ ചോദിച്ചപ്പോ അല്ലേ
ജിഷിനെ ചോദിച്ചത് നിന്റെ ഫോട്ടോ കത്തിച്ചപ്പോ നീ ഇത്ര പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ അവരുടെ ഫോട്ടോയിൽ ഇത്രയും കുത്തി വരച്ചു കഴിഞ്ഞാൽ അവർക്ക് വിഷമം കാണത്തില്ല. അതെ, അതൊരു പോയിന്റ് ആയിട്ട് എടുത്തത് അനു. അത് അതെ. അപ്പോഴത്തേക്ക് ഈ ജിസേല് പറയുന്നുണ്ട് അത് ബിഗ് ബോസ് തന്ന ടാസ്ക് അല്ലേ, പക്ഷെ നീ എത്ര നുണയാ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അതായത് കുറച്ചു മുമ്പ് അങ്ങാണ്ട് ചോറ് കൊടുത്തിട്ട് ഗിസേലിനോട് പറഞ്ഞ തിന്ന് നീ നല്ല വണ്ണം വെക്കണം എന്നങ്ങാണ്ട് ഗിസേലിനോട് പറഞ്ഞു. അപ്പൊ നെവിൻ പറയാ ആലില് വയറുള്ള ഗിസേലിനെ നിനക്കിപ്പോ കുടുക്ക പോലെ ആക്കണോ അല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം എന്നിട്ട് രണ വന്നിട്ട് ഇത് പിന്നീടുള്ള സീനാണ് കേട്ടോ. അതായത് രണ ഫാത്തിമ വന്ന് ജയിലിനെ പുറത്തിരുന്നിട്ട് ചോദിക്കുന്നത് ബെസ്റ്റ് ഫ്രണ്ട് ആയ ശൈത്യ പോലും ഇപ്പൊ നിന്റെ കൂടെ ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോ അനു പറയുന്നുണ്ട് ശൈത്യ ഫുള്ള് എന്റെ പിന്നാലെ അല്ലേ നടന്നത്, ശൈത്യ ഞാനല്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഗിസേൽ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ശൈത്യയും അതിലേയും കൂടെ അവിടെ ഗ്രൗണ്ടിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഗിസേൽ പറഞ്ഞ ശൈത്യ നീ അനുവിന്റെ പിന്നാലെ നടന്നതെന്ന് പറഞ്ഞു ആണോ എന്ന്. അപ്പൊ ശൈത്യ പറഞ്ഞു ഞാനൊന്നും വന്നിട്ടില്ല അവളുടെ പിന്നാലെ ഒന്നും, അവളുടെ പ്രേതമായിരിക്കും എന്ന് പറയുന്നു കേട്ടോ. അപ്പൊ ആദില അനുവിന്റെ അടുത്ത് പറഞ്ഞ അനു ഞാനല്ലേ അവളെ വിളിച്ചത്, അവളല്ല വന്നത്, ഞാനാ പറഞ്ഞത് കോംപ്രമൈസ് ചെയ്ത് എന്നും പറഞ്ഞിട്ട് ഞാനാ വിളിച്ചത്, അല്ലാതെ അവള് നിന്റെ പുറകെ വന്നല്ലെന്ന് പറഞ്ഞപ്പോ അനു പറയുന്നുണ്ട് സംസാരിക്കാന്ന് പറഞ്ഞ് വിളിച്ച ഞാനാന്ന് പറയുമ്പോ അനു പറയും എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ല എന്ന് പറയണം. അപ്പം ശൈത്യ അവിടെ നിന്നിച്ച് പറഞ്ഞ എനിക്കും സംസാരിക്കാൻ താല്പര്യം, അങ്ങനെയുള്ളത് ഒരു ഫ്രണ്ട് അല്ല, പിന്നിൽ നിന്ന് കുത്തുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ പിന്നിൽ നിന്ന് കുത്തുന്ന എന്താന്ന് അവള് ആദ്യം തുറന്നു പറ, അല്ലാതെ തുറന്നു പറയാതിരിക്കുകയല്ല ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് അനുവിന്റെ ഭാഗത്ത് എനിക്ക് സ്റ്റാൻഡ് എടുക്കാൻ പറ്റും. കാര്യം ഇതൊരു ഗെയിമാണ്, പിന്നെ അതുപോലെ വെളിയിൽ നിന്നുള്ള ഇത്രയും പേര് കാര്യമായിട്ട് അനു ബാക്ക് സ്റ്റാബ് ചെയ്യുന്നു പറയുമ്പോ ഈ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നത് ഇന്നലെ അല്ലേ ഈ മസ്താനി പറഞ്ഞത്. അല്ല അനുവിന് ഡൗട്ട് ഉണ്ടായിരുന്നു, ഡൗട്ട് ഉണ്ട്. പിന്നെ അനുവിന് അത് മാത്രല്ല പ്രശ്നം, ഈ ചൈത്യ അപ്പുറത്ത് പോയി മിണ്ടുന്നത് അനുവിന് ഭയങ്കര ഇതായിരുന്നു, ദേഷ്യമായിരുന്നു. പക്ഷെ അത് ഇടയ്ക്ക് വെളിയിൽ കുറ്റമായിട്ട് പറയുന്നുണ്ട്, എന്നിട്ട് തമാശ ചിരിച്ച് കളിക്കുന്നതാ അനു. അതൊരു പ്രശ്നമായിട്ട് ഇരിക്കുകയായിരുന്നു. എന്തായാലും നന്നായി, ഇനി രണ്ടുപേരുടെയും ഗെയിം ഏത് രീതിയിൽ പോകുന്നു നമുക്ക് നോക്കാം. എന്തായാലും അനു ഫാൻസിനൊക്കെ ഇഷ്ടമായി കാണും. അതെ, ശൈത്യം. അതെ. എന്നിട്ട് ഇവിടെ ഷാനവാസ് നോക്കുമ്പോ ഇന്ന് കാണാൻ പറ്റിയത് ഏറ്റവും നല്ല, അതായത് സൂപ്പർ ആയിരുന്നു. അതൊരു ഇമോഷണൽ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഇമോഷണൽ കണ്ടന്റ് ഈ സീസണിൽ ആദ്യമായിട്ടാണ് തോന്നിയത്. അക്ബറും ഷാനവാസും കൂടെ നമ്മുടെ ആ ഒരു പുറത്തുള്ളിടത്ത് ആ ഒരു സോഫയിൽ ഇരുന്ന് രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. കോംപ്രമൈസ് ചെയ്ത് രണ്ടുപേരും മിണ്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഷാനവാസ് നല്ല രീതിയിൽ കരയുന്നുണ്ട്. അപ്പം അക്ബർ പറയുന്നുണ്ട് ഇനി ചൂടാവണ്ട, അതായത് ഈ ഹീറ്റ് ആയിട്ട് പോകുന്നുള്ള രീതിയിൽ നമുക്ക് പോകണ്ട, അല്ലാതെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഗെയിം കളിക്കാം എന്നുള്ള രീതി അക്ബറും ഷാനവാസും കൂടെ കൈ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഷാനവാസ് പറയുന്നുണ്ട് ഒരു 10 മിനിറ്റ് നേരത്തെ ഞാൻ പോയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ കാണത്തില്ലായിരുന്നു, എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതാണ്, എന്റെ ഉപ്പയും എനിക്ക് 40 വയസ്സാവാൻ പോകുന്നു, അപ്പൊ എന്റെ പ്രായത്തിലാണ് ഇങ്ങനെ അറ്റാക്ക് വന്ന് പോയത്, ഉമ്മയും അങ്ങനെയാ പോയത്, അതുകൊണ്ട് എനിക്ക് പേടിയാണ്, എന്റെ മക്കൾക്ക് വേണ്ടി എനിക്ക് ജീവിക്കണോന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഷാനവാസ് പറയുന്നുണ്ട്. അപ്പം അക്ബർ പറയുന്നുണ്ട് ഉമ്മയെ കുറിച്ച് പറയുമ്പോഴേ നമുക്ക് ആലോചിക്കാൻ പറ്റൂല, നമുക്ക് വിഷമം വരും, ഇത്രയൊക്കെ ടെൻഷൻ കൊണ്ടിട്ടാണോ നടന്നത്, സാരമില്ല, ഇപ്പൊ നിങ്ങൾ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടോ, സ്മാർട്ട് ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, ഇത്രയും സ്ട്രെസ് ആയിട്ടായിരുന്നെന്ന് എനിക്ക് അറിയത്തില്ല, നമുക്ക് ഇനിയും അങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ രണ്ടുപേരും നല്ല രീതിയിൽ കരയുന്നുണ്ട്. നല്ലൊരു ബോണ്ട് അവിടെ തോന്നി കണ്ടപ്പോ. എങ്ങനെയാന്ന് അറിയത്തില്ല, എന്തൊരു പ്ലസന്റ് അല്ലെ, എന്തൊരു സന്തോഷം. ഇവർ ഒന്നിച്ച് നിന്ന് ഗെയിം കളിക്കണമെന്നല്ല പറയുന്നത്, പക്ഷെ ഇവർ ഗെയിം മാറ്റിട്ട്, കാരണം ഇങ്ങനെയുള്ള ഒരു ഗെയിം രണ്ടുപേരും ഭയങ്കര അഗ്രസീവ് ആയിട്ട് ടാർഗറ്റ് ചെയ്തുള്ള ഗെയിം അത് നല്ലതല്ല. അത് പക്ഷെ ടാസ്കിലും അല്ലാതൊക്കെ അവര് ഓപ്പോസ് ചെയ്യുന്ന ഗെയിം കളിക്കട്ടെ, അല്ല പക്ഷെ അല്ലാതുള്ള ഒരു വഴക്കുണ്ടല്ലോ, അത് അത്ര ഹെൽത്തി അല്ല. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മി അവിടെ കിച്ചണിലെ ആളാണ്, പക്ഷെ പുറത്തിരിപ്പുണ്ട്. അപ്പോഴത്തേക്ക് നൂറ് വന്നിട്ട് പറഞ്ഞത് ഫുഡ് ആയില്ലേ വിശക്കുന്നെന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഫുഡൊക്കെ റെഡിയാണ്, റൈസും ഡാലും റെഡിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ചോദിക്കുന്നു ഇത് മാത്രമേ ഉള്ളൂ കഴിക്കാൻ. അപ്പൊ ലക്ഷ്മി പറഞ്ഞാൽ അവര് സാലഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞു, പക്ഷെ സാലഡ് ഇതുവരെ ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞു. അപ്പൊ ജിഷ വന്നിട്ട് പറയുന്നു സാലഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞ് ലേറ്റ് ആയി, അപ്പൊ നീ മനഃപൂർവ്വം അല്ലേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അവരടുത്ത് പറഞ്ഞത് ഫുഡായി എന്ന്, നിനക്കും കൂടെ വന്ന് ചെയ്യാലോ എന്ന് ചോദിക്കുമ്പം ലക്ഷ്മി ചോദിക്കണേ ഞാൻ ഇതേപോലെ നേരത്തെ വന്ന് വിളിച്ചിട്ട് നിങ്ങൾ ആരും വന്നില്ലല്ലോ, അപ്പൊ ഇപ്പൊ നിങ്ങളല്ലേ സാലഡ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഉണ്ടാക്കിക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവര് പറയുന്നുണ്ട് ലേറ്റ് ആയി വിശക്കുന്നു, ഇതൊക്കെ നിങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ച് ഡിസ്കസ് ചെയ്ത് ചെയ്യേണ്ട കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് അവര് തമ്മിൽ ഒരു ലക്ഷ്മിക്ക് മനസ്സിലായി ഇച്ചിരി പാടുള്ള പണിയാന്ന്, ചുമ്മാ വന്ന് ഡയലോഗ് അടിക്കുന്ന പോലെ അല്ലെന്ന് ലക്ഷ്മിക്ക് ഇപ്പൊ മനസ്സിലായി കാണും. അതെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ മസ്താനിയും അനുവും കൂടെ പുറത്തിരിക്കുമ്പോ മസ്താനി കരയുന്നുണ്ട്. അപ്പൊ മസ്താനി പറയുന്നുണ്ട് പുറത്തുനിന്ന് കണ്ട പോലെ അല്ല ഇവിടെ എന്ന് പറയുന്നത്. അപ്പൊ അനു പറയുന്നുണ്ട് എന്തിനാ നീ വിഷമിക്കുന്നത്, നിനക്കിപ്പോ മനസ്സിലായില്ല പുറത്തു പോലെ കണ്ടല്ലോ, നമ്മള് സ്ട്രോങ് ആയിട്ട് നിക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്
ഇവര് തമ്മിലും സംസാരിക്കുന്നുണ്ട്. അതോടുകൂടി ഇന്നത്തെ ബിഗ് ബോസ് കഴിഞ്ഞു. അതെ, മസ്താനി കരഞ്ഞു തുടങ്ങി എന്റെ സ്ട്രാറ്റജി പിടിക്കാതെ മാറ്റിപ്പിടി. അതെ, അനുവിന് ഇപ്പൊ കരച്ചിലൊന്നുമില്ല. കരച്ചിലൊന്നും അല്ല, കരച്ചില് വേണ്ട. ഈ രീതിയിൽ ഗെയിം കളിക്കുന്നത് ഈ രീതിയിൽ അല്ല, അനുവിന്റെ ബാക്കിയുള്ള ഗെയിമൊക്കെ സൂപ്പറാ, പക്ഷെ കണ്ടന്റ് കൊടുക്കുന്നതും സൂപ്പറാ. പക്ഷെ ഈ മറ്റേ ആവശ്യമില്ല അനാവശ്യ കാര്യങ്ങൾ, ഈ കൊലസ്ട്രീക്കാണിപ്പം അല്ല അനാവശ്യമുള്ള കാര്യങ്ങൾ എടുക്കുന്നതൊക്കെ, അത് ഒഴിച്ച് തന്നെ ബാക്കി ഓക്കെ. അതെ, അപ്പൊ എന്തായാലും നല്ല രീതിയിൽ പോട്ടെ. ഇനി ബിഗ് ബോസ് നമുക്ക് കാണാം എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത്. നാളത്തെ പ്രമോ വരുമ്പോ നാളെ എങ്ങനെയാണെന്ന് അറിയാം. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ. അതെ, അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിലൂടെ ഇരിക്കുക. അപ്പൊ അതുവരെയും ബൈ.